ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പുതുതായി ലോഞ്ച് ചെയ്യണമെന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടി ഒരു നവീന സംരംഭം TempleAddress.com എന്നുള്ള ഒരു വെബ്സൈറ്റ്, അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ ചെയ്യണമെന്ന സങ്കല്പത്തോടു കൂടി അതിൻ്റെ പ്രവർത്തകർ വന്നതാണ്. തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നതുകൊണ്ട് ഈ ഒരു ക്ഷേത്ര സന്നിധിയിൽ അത് നിർവഹിക്കുകയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രങ്ങൾ, കാവുകൾ തുടങ്ങി നമ്മുടെ ആരാധനാസ്ഥലികൾ, അവയുടെ പൂർണ്ണ വിവരങ്ങളോടുകൂടി ഐതിഹ്യം, ചരിത്രം, അതത് സങ്കേതത്തിൻ്റെ വിശേഷതകൾ, അവിടെയുള്ള വിശേഷമായ ചടങ്ങുകൾ, അതുപോലെ പ്രത്യേകമുള്ള അവിടുത്തെ കർമ്മങ്ങൾ, ഇവയൊക്കെ ഈ വെബ്സൈറ്റിലൂടെ അറിയിക്കുക. 1. 2, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളവർക്ക് അവിടത്തേക്ക് വഴിപാട് സമർപ്പണം ചെയ്യാനും മറ്റ് സമർപ്പണം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുക. അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അതത് ക്ഷേത്രത്തിന് ലഭിക്കുക. ഇതൊക്കെ നവീന സാങ്കേതിക വിദ്യയിലൂടെ ഒരുക്കിക്കൊണ്ടാണ് TempleAddress.com TempleAddress ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്നത്. ഡിജിറ്റൽ സാന്നിധ്യം ഓരോ കൊച്ചു ക്ഷേത്രത്തിനും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും കണ്ടെത്താവുന്ന സ്വന്തം വെബ് പേജ് ഉണ്ടാക്കുക. സാധാരണ ചെറിയ ക്ഷേത്രങ്ങൾക്കൊക്കെ അവരുടെ വെബ്സൈറ്റ് ഉണ്ടാക്കുക പ്രയാസമാണ്. സാമ്പത്തികവും സാങ്കേതികവുമായ പ്രശ്നങ്ങൾ, അതിനുള്ളൊരു പരിഹാരമാണ്. 2, ക്ഷേത്രങ്ങളുടെ ഐതിഹ്യവും ചരിത്രവും വരും തലമുറയ്ക്കായി ഡിജിറ്റലായി സംരക്ഷിക്കുക. അതും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. കാരണം പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, ഐതിഹ്യങ്ങൾ കാലക്രമേണ വിസ്മൃതമായി പോകുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ വിസ്മൃതമാകുമ്പോൾ തെറ്റായ പലതും പ്രചരിക്കും. അതുകൊണ്ട് ശരിയായ ഐതിഹ്യങ്ങളെ, ചരിത്രങ്ങളെ അവതരിപ്പിക്കാനുള്ളൊരു സന്ദർഭമാണ്. 3, ഭക്തർക്ക് വഴിപാടുകളും സേവനങ്ങളും വീട്ടിലിരുന്ന് തന്നെ സുരക്ഷിതമായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം. ഇത്രയും ഒരുക്കിക്കൊണ്ട് സൗജന്യ ഡിജിറ്റൽ പ്രൊഫൈൽ, ഓൺലൈൻ വഴിപാട് ബുക്കിംഗ്, തുക അതത് ബാങ്കിൻ്റെ നേരിട്ടുള്ള, അതത് ക്ഷേത്രത്തിൻ്റെ കാവിൻ്റെ നേരിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുക തുടങ്ങി വളരെ നല്ല ഉദ്ദേശ്യലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തകർ 2 ചെറുപ്പക്കാരാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ടാണ്, അല്ലാതെ നമ്മളായിട്ട് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ ഉദ്ദേശ്യലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നല്ലതാണെന്ന് ബോധിച്ചപ്പോൾ ശരി, ഇവിടെ ഈ സങ്കേതത്തിൽ വെച്ചാവാം എന്ന് ഒരു വാക്ക് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആനന്ദ്, സ്വാതി അല്ലേ, 2 ടെമ്പിൾ അഡ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജേഴ്സിയൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ.